ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് അവസാനത്തെ ക്ലാസ് ആയിരിക്കും. അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഓൾ ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാണ്, നമ്മുടെ ഗന്ധം, മണം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രുചി, പിന്നെ സ്കിന്ന്, പിന്നെ ലാസ്റ്റ് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഓർഗാനിസങ്ങളുടെ ഈ പറയുന്ന സെൻസറി ഓർഗനുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്യാം, വാക്കുകളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സിമ്പിളാണ്. ഇന്നത്തെ 2 ക്ലാസ്സുകൾക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഓൾ ഫാക്ഷൻ അല്ലേ. നമ്മുടെ മൂക്കിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രധാനമായിട്ട് പറയും ശ്വസനമാണെന്ന്. അപ്പോൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മണം കിട്ടുന്നത്. അപ്പോൾ ശ്വസനത്തിൽ ഈ എയർ എടുക്കുന്നു, അത് ലങ്സിലോട്ട് പോകുന്നു, ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റം, അത് വേറെ. ഇവിടെ നമ്മൾ എന്തിലോട്ട് മാത്രമേ എന്താണ് ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ, ഓൾ ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഗന്ധം വിളിക്കും. മലയാളത്തിൽ ഗന്ധം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഭാഷയിൽ എന്ത് പറയും, മണമെന്നോ അല്ലെങ്കിൽ നാറ്റമോ ഒക്കെ തിരിച്ചറിയുന്നത് ഈ പറയുന്ന ഓൾ ഫാക്ഷൻ എന്ന് പറയുന്ന സെൻസിലൂടെയാണ്. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മണം എന്ന് പറയുന്ന സെൻസേഷൻ തരുന്ന എല്ലാ വസ്തുക്കളിലും ഒരു പാർട്ടിക്കിളുണ്ട്. ഈ പാർട്ടിക്കിൾ എയറിലൂടെ എങ്ങോട്ട് വരും, നമ്മുടെ മൂക്കിനകത്തേക്ക് വരും. അപ്പോൾ മൂക്കിൻ്റെ മുകൾ ഭാഗത്തോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് കുറേ സെൻസറി റിസപ്റ്ററുകൾ കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റും, സെൻസറി റിസപ്റ്ററുകൾ. ഇവിടെ കൂടുതൽ അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിൾ സാധനമാണ്. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് കാണുന്ന സെൻസറി റിസപ്റ്റേഴ്സ് അത് തന്നെയാണ് ഇവിടെ കാണുന്നത്, ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഇതിനെ കീമോ റിസപ്റ്റേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കെമിക്കലിനെ റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഓർഗനുകൾ. അപ്പോൾ ഈ ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് എങ്ങോട്ട് വരുന്നു, മൂക്കിലോട്ട് വരുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് നേരെ പോയിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. മൂക്കിനകത്ത് എന്തുണ്ട്, മ്യൂക്കസ് ഉണ്ട്. ശ്ലേഷ്മം എന്തുവാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ, അല്ലേ ശ്ലേഷ്മം അല്ലേ. അപ്പോൾ നമ്മൾ മ്യൂക്കസ് എന്ന് പറയും. നാട്ടും പുറത്ത് വേറെ ഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. മൂക്ക് ജലദോഷമൊക്കെ പിടിക്കുന്ന നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയുന്ന സാധനമില്ലേ, അത് തന്നെ. അപ്പോൾ ഈ മ്യൂക്കസിൽ ഈ പറയുന്ന കെമിക്കൽസ് എന്ത് ചെയ്യും, അലിഞ്ഞിട്ട് അതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മ്യൂക്കസ് മെമ്പറൈൻ സെക്രീറ്റ് മ്യൂക്കസ്. ഈ മ്യൂക്കസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അലിഞ്ഞിട്ട് ഈ പറയുന്ന നെർവ് എൻഡിങ്സുകളിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകതരം നെർവ് എൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് മണമാണോ പോകുന്നത് അത് ട്രിഗർ ആകുന്നു. അത് നേരെ എന്ത് ചെയ്യുന്നു, ഇമ്പൾസുകൾ അയക്കുന്നു. ആ ഇമ്പൾസ് എങ്ങോട്ട് പോകുന്നു, ഓൾ ഫാക്ടറി നെർവിലോട്ട് പോകുന്നു. അതുവഴി നേരെ എങ്ങോട്ട് പോകുന്നു, ബ്രെയിനിലോട്ടും പോകുന്നു. ഇത്രയേ ഉള്ളൂ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെ പോയിന്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ, ഒന്ന്, നമ്മുടെ ഈ പറയുന്ന ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസിനെ ലയിപ്പിക്കുന്ന ആരാണ്, അത് മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസിൽ അലിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിസപ്റ്ററുകൾ അല്ലെ ഓൾ ഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസിന് ഇത് സെൻസ് ചെയ്യുന്നത്. ആ സെൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമ്പൾസ് എങ്ങോട്ട് പോകുന്നു, ഓൾ ഫാക്ടറി നെർവിലോട്ട് പോകുന്നു. അവിടെ നേരെ എങ്ങോട്ട് പോകുന്നു, ബ്രെയിനിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഈ മണവും രുചിയും തമ്മിൽ ബന്ധമുണ്ട്, അറിയാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ. ഇപ്പോൾ വൈകിട്ടത്തെ സമയമാണ് അല്ലേ, നല്ല ചൂട് പരിപ്പുവടയുടെ മണം വരികയാണ്. നല്ല ചൂട് പരിപ്പുവടയുടെ മണം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ, ഇപ്പോൾ എൻ്റെ നാക്കിൽ നിന്ന് എന്ത് വന്നു, വെള്ളം ഊറി. അപ്പം നാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ ഇത് മണമാണ്. അപ്പോൾ ഈ മണവും രുചിയും തമ്മിൽ എന്താണ്, ഒരു ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിൻ്റെ ആ ഒരു പൂർണ്ണത കൈവരിക്കുന്നത് അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രുചിയില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കൊള്ളത്തില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മണമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് മണവും വേണം, രുചിയും വേണം. അപ്പോൾ മണവും രുചിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും. ദ ടങ് ആൻഡ് നോസ് ആർ ടു ഇൻ്റർ കണക്റ്റഡ് സെൻസ് ഓർഗൻസ്. ഇത് രണ്ടും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. കാരണം മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നാവിൽ രുചി വരും. നല്ല ജലദോഷമൊക്കെ കൊണ്ട് മൂക്കടപ്പായിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഭക്ഷണങ്ങൾക്ക് അത്ര രുചി നമുക്ക് കിട്ടാറില്ല. മണം കിട്ടാത്തത് അതിനൊരു കാരണമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ സ്ട്രക്ചറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെയാണ്, മ്യൂക്കസ് മെമ്പർ, ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് വരുന്നു. അത് മ്യൂക്കസ് മെമ്പറിനെ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസിൽ അലിയുന്നു. അലിഞ്ഞതിന് ശേഷം ഈ പറയുന്ന റിസപ്റ്ററിലേക്ക് എത്തുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ മൂക്കിലോട്ട് പോകുന്നു. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, സെൻസ് ഓഫ് സ്മെല്ല്. എന്താ എൻ്റെ ഡെഫിനിഷൻ പറയാണ്, ദ നെയ്സൽ ക്യാവിറ്റി ഈസ് ലൈൻഡ് വിത്ത് മ്യൂക്കസ് മെമ്പറിൻ ദാറ്റ് സെക്രീറ്റ് മ്യൂക്കസ് അല്ലേ. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. എന്തുവാണ്, ഈ കാണുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. മൂക്കിന് ഈ പറഞ്ഞ മൂക്കിൻ്റെ അല്ലെ, ഇത് കഴിഞ്ഞ് അകത്തോട്ട് വരുന്ന ഭാഗം നെയ്സൽ ക്യാവിറ്റി.
ദ ഓർഡർ മോളിക്യൂൾസ് ഇൻ ദ എയർ ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ്. അല്ലെ, ഈ പറയുന്ന ഓർഡർ മോളിക്യൂൾസ് അത് തന്നെയാണ് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്. ഇത് ഈ പറയുന്ന മ്യൂക്കസിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യുന്നു. മില്യൺസ് ഓഫ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ എംബഡഡ് ഇൻ ദ മ്യൂക്കസ് മെമ്പർ. ഇവിടെ മില്യൺസ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്. സോ നോക്കിയത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഓൺ ദ ന്യൂറോൺസ് ഡിറ്റക്ട് ഓർഡർ മോളിക്യൂൾസ് ഡിറ്റക്ട് ചെയ്യുന്നു. റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? ഓൾഫാക്ടറി നെർവ് വഴി പോകുന്നു. അത് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ഓൾഫാക്ടറി ബൾബ് എന്നൊക്കെ പറയും. അത്രയ്ക്കൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങളൊന്ന് പിടികിട്ടാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കിയോ, വൈൽ ബ്രീത്തിങ്, ഇതിപ്പോൾ പറഞ്ഞ കാര്യമാണ്. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? സ്മെല്ലിന് വേണ്ടിയുള്ളത് എന്ത് ചെയ്യുന്നു? നേസൽ ക്യാവിറ്റി വരുന്നു, അത് മ്യൂക്കസ് ഡിസോൾവ് ചെയ്യുന്നു, മില്യൻസ് ഓഫ് സെൻസസ് ഉണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സെൻസ് അയക്കുന്നു, പോകുന്നു. അപ്പോൾ ഓൾഫാക്ടറി മോളിക്യൂൾസ് മൂക്കിലെത്തുമ്പോൾ മ്യൂക്കസ് എന്ത് ചെയ്യും? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മ്യൂക്കസ് മെമ്പറൈൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മ്യൂക്കസ് അലിയുന്നു. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൽ പോകുമ്പോൾ എന്താവുന്നു? അത് ഇമ്പൾസ് ആയിട്ട് മാറുന്നു. ഈ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? നെർവിലോട്ട് ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബ്രെയിനിലോട്ട് എത്തുന്നു. ഓക്കെ, ഓൾഫാക്ടറി മോളിക്യൂൾസ് നേസൽ ക്യാവിറ്റിയിൽ എത്തുന്നു, മ്യൂക്കസിൽ അലിയുന്നു, റിസപ്റ്റർ സെൻസ് ചെയ്യുന്നു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, അത് ബ്രെയിനിലോട്ട് പോകുന്നു, ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. എനിക്ക് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓൾഫാക്ടറി മോളിക്യൂളിൽ നിന്ന് മ്യൂക്കസ് മെമ്പറിൽ എന്ത് സെക്രേറ്റ് ചെയ്യും? മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യും. അപ്പോൾ മ്യൂക്കസിൽ ഈ പറയുന്ന സാധനം എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും എന്നാണ് എനിക്ക് ഇതിനകത്ത് എഴുതാൻ തോന്നുന്നത്. ഇനി സ്കൂളിലെ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് മ്യൂക്കസ് ഈ പറയുന്ന ഡിസോൾവ് ചെയ്ത് മ്യൂക്കസിലെത്തുമ്പോൾ എന്ത് പറ്റും? ഇമ്പൾസുകൾ ക്രിയേറ്റ് ചെയ്യും. അല്ലേ, ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. അതായത് സെൻസിങ് നടക്കും. അപ്പോൾ മറ്റേ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നൊക്കെ ചാപ്റ്റർ തുടക്കത്തിൽ പഠിച്ചില്ലേ? അടുത്ത ഓൾഫാക്ടറി നെർവുകൾ, അപ്പോൾ റിസപ്റ്റേഴ്സ് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പറയുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനത്തിനെ റിസീവ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആകുമെന്ന് പഠിച്ചു വയ്ക്കുക. അല്ലേ, സ്റ്റിമുലേറ്റഡ് ആകും. സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നെർവ് ഇമ്പൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ എഴുതുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. അപ്പം ബ്രെയിൻ അതിനെ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന സ്മെൽ എന്ന് പറയുന്ന സെൻസേഷൻ കിട്ടും. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തീർന്നു, മൂക്ക് തീർന്നു. ഇനി രുചിയാണ്. അപ്പോൾ രുചി എന്ന് പറയുമ്പോൾ നമ്മുടെ നാവാണ് നമുക്ക് രുചി കിട്ടാൻ സഹായിക്കുന്നത്. അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ നാക്ക് നോക്കി കഴിഞ്ഞാൽ, നാക്കിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയ 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 പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അല്ലെ, കുഞ്ഞു 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 പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതിനെയാണ് പാപ്പിലെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാപ്പിലെ ഒന്ന് വരയ്ക്കുകയാണേ. അപ്പോൾ ഇതാണ് ഒരു പാപ്പിലെ എന്ന് പറയുന്നത്. പല്ല് പോലെ ഇങ്ങനെ ഒരു പാപ്പിലെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പാപ്പിലേക്ക് അകത്തായിട്ടാണ് ഈ കീമോ റിസപ്റ്റേഴ്സ്, നമ്മൾ അതിനെ എന്ത് വിളിക്കും? ടേസ്റ്റ് ബഡ് എന്ന് വിളിക്കും. ഇങ്ങനെ ഇങ്ങനെ കുറേ ബഡ്സ് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. എന്തുണ്ടെന്ന് വിചാരിക്കുക? ടേസ്റ്റ് ബഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഓരോ ടേസ്റ്റ് ബഡ്സിനകത്തും പലതരം കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു 5 തരം രുചിയാണ് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഉപ്പ്, മധുരം, അല്ലേ, പുളിപ്പ്, അങ്ങനെയുള്ള ഒരു 5 രുചികൾ. ഈ 5 രുചികൾക്ക് വേണ്ടിയിട്ട് 1, 2, 3, 4, 5 അല്ലെ 3 അല്ലേ 6 എണ്ണം, 6 കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ രുചി നമുക്ക് പറയാം? 6 എണ്ണം ഉണ്ട്. ഈ 6ൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനാണ് മൈക്രോവില്ല എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ടേസ്റ്റ് ബഡ്സ് ആണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേസ്റ്റ് ബഡ് ആണെന്ന് വിചാരിക്കുക. ബഡ് നാക്കിൻ്റെ ആ പ്രൊജക്ഷൻ. ഈ ഓരോ ടേസ്റ്റ് ബഡ്സിൻ്റെ അകത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഈ കാണുന്ന സാധനം കാണും. ഇതിനാണ് ടേസ്റ്റ് ബഡ് എന്ന് വിളിക്കുന്നത്. ഓരോ ടേസ്റ്റ് ബഡിൻ്റെയും എൻഡിലായിട്ട്, അല്ലെങ്കിൽ ഓരോ ടേസ്റ്റ് ബഡിനകത്തും ഏതാണ്ട് 6ഓളം കീമോ റിസപ്റ്ററുകൾ കാണും. ഈ ഓരോ കീമോ റിസപ്റ്ററിൻ്റെ എൻഡിലായിട്ടും, ഇപ്പോൾ ഒരു കീമോ റിസപ്റ്റർ മാത്രം ഞാനെടുത്ത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, ഈ കീമോ റിസപ്റ്ററിൻ്റെ എൻഡിലായിട്ട് മൈക്രോവില്ല എന്ന് പറയുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെവിയെ പറ്റി പഠിച്ചപ്പോൾ ചെവിക്കകത്ത് ഈ പറയുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് തട്ടുമ്പോഴാണല്ലോ അവിടെ എന്തുണ്ടാവുന്നത്? ഇമ്പൾസ് പോകുന്നത്. അപ്പോൾ അതുപോലെ ഇമ്പൾസ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? മൈക്രോവില്ലൈ. ഇനി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് സംഭവം നടക്കുന്നത്? രുചി വരുന്നു, അല്ലേ? അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഹാരത്തിനകത്തുള്ള രുചി, ഈ രുചി ആദ്യം എന്തിലലിയും? സലൈവ, നമ്മുടെ ഉമിനീരിൽ അലിയും. ഈ ഉമിനീരിൽ അലിഞ്ഞു കഴിഞ്ഞിട്ട് അത് നമ്മുടെ നാക്കിലോട്ട് എത്തുമ്പോൾ, നാക്കിൽ ഈ പറയുന്ന ഓരോ കീമോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നതിന് ഇവിടെ ചെറിയൊരു കുഴി പോലത്തെ ഒരു സ്ഥാനമുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന സലൈവയുടെ ഭാഗം വന്ന് നിറയും. അത് നിറയുമ്പോഴത്തേക്കും ഇവിടെയാണ് വന്ന് നിറയുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? സലൈവ, ഇത് പറയുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഈ പറയുന്ന രുചി ഉണ്ടാക്കുന്ന ആ പറയുന്ന പാർട്ടിക്കിൾസും കൊണ്ടുവരുന്ന സലൈവ എന്ന് നിറയുമ്പോൾ ഏത് രുചിയാണോ ആ രുചി എന്ത് ചെയ്യും? ഇതിലോട്ട് വന്നിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് എന്തുണ്ടാകും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ഉണ്ടാകും. ഈ ഇമ്പൾസുകളൊക്കെ കൂടെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ട് എങ്ങോട്ട് പോകും? കണ്ടോ, നെർവ് എൻഡിങ്സ് കണ്ടോ? ഇതുവഴി ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നേരെ പോകും. അപ്പോൾ ഈ പിക്ചർ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ നാവിൽ എന്തുണ്ട്? പാപ്പിലൈസ് ഉണ്ട്. പാപ്പിലേക്കകത്ത് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ എൻഡിലേക്ക് ഈ പറഞ്ഞ
നമ്മുടെ സലൈവ ഉമിനീര് ഭക്ഷണത്തിൻ്റെ പദാർത്ഥം കൊണ്ട് വരുമ്പോൾ ഈ കാണുന്ന എൻഡിലുള്ള മൈക്രോവില്ലൈ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഏത് രുചിയാണോ വരുന്നത് അതനുസരിച്ചുള്ള ഇമ്പൾസ് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തൂടെ സെൻസ് ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നു. അപ്പോൾ നോക്കാം, ടങ് സർഫസിനകത്ത് പാപ്പിലൈ ഉണ്ട് വിച്ച് ഹോൾഡ് ദ ടേസ്റ്റ് ബഡ്സ്. ഈച്ച് ടേസ്റ്റ് ബഡ്സിനകത്ത് 100ഓളം കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ സാർ 5 എണ്ണമല്ലേ ഉണ്ടെന്ന് സാറ് പറഞ്ഞത്, 5 ടൈപ്പ്, എണ്ണം ഒരുപാടുണ്ടല്ലേ. നാക്കൊന്ന് ആലോചിക്കുക, നാവിൻ്റെ നമ്മുടെ വായുടെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ തൊണ്ട തുടങ്ങുന്നതിന് മുന്നത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്തുണ്ട് ടേസ്റ്റ് ബഡ്സ് നാവിൽ മാത്രമൊന്നും അല്ല ഉള്ളത്. ഓക്കെ, 5 ടൈപ്പ്, എണ്ണം ഒരുപാട് ഉണ്ട്. ഇത് ഓരോ ടേസ്റ്റിനെയും ഡിറ്റക്റ്റ് ചെയ്യും. ഓരോ കീമോ റിസപ്റ്ററിൻ്റെ ഫ്രണ്ടിലും മൈക്രോവില്ലൈ ഉണ്ട്. അതെന്ത് പറ്റും, ഈ പാപ്പിലയുടെ പോറിൽ നിറയുന്ന ഉമിനീരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസുകളെ എടുത്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിലൂടെ ഇമ്പൾസുകൾ പോകുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഇമ്പൾസും നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യും. എത്ര തരം രുചികളുണ്ട് ഞാൻ പറഞ്ഞില്ല, 5 ടൈപ്പ് സെൻസസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? സ്വീറ്റ്, സോറ്, സോൾട്ടി, പഞ്ചൻറ്റ്, ബിറ്റർ, ഉമാമി. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്തോ ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചീസൊക്കെ കഴിച്ചിട്ടുണ്ടോ? ചീസിനകത്തൊക്കെ ഉള്ള ഒരു പ്രത്യേക രുചിയാണ് എന്തെന്ന് പറയുന്നത് ഉമാമി എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സ്വീറ്റ് എന്താണെന്നറിയാം, സോറ്, സോൾട്ടി, പഞ്ചൻറ്റ്, ബിറ്റർ ഒക്കെ എന്താ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഉമാമി എന്ന് പറയുന്നത് ഈ ചീസിനകത്തൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് രുചി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൈനീസ് ഫുഡിനകത്തൊക്കെ കാണുന്ന രുചി എന്നും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഉമാമിയെ പറയാറുണ്ട്. ഈ അടുത്താണ് നമ്മൾ ഈ ഒരു രുചി ഉണ്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂക്കും അതുപോലെ തന്നെ തൊണ്ടയും അല്ലെങ്കിൽ നാവും തമ്മിൽ ബന്ധമുണ്ട്. അതൊക്കെ എന്നോട് പറയുന്നത്. നമുക്ക് ഫുഡ് എൻജോയ് ചെയ്ത് രണ്ടും വേണം. ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഫുഡ് മെയ്ഡ് വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സേഫ്. നിങ്ങൾ നന്നാക്കാൻ വേണ്ടി പറയുന്നത്, പുറത്തുനിന്ന് പോയി കഴിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം അതാണ് നാവിനും തൊണ്ടയ്ക്കും നമ്മുടെ ഡൈജഷനും ഒക്കെ നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നോക്കിയോ, എ ടേസ്റ്റ് ബഡ് വിൽ ഹാവ് 100 ഓഫ് കീമോ റിസപ്റ്റേഴ്സ്. മൈക്രോവില്ലൈ ഫ്രം ദ ഈച്ച് കീമോ റിസപ്റ്റേഴ്സ് റീച്ച് ദ മൈന്യൂട്ട് പോർ പ്രസന്റ് ഇൻ ദ പാപ്പിലൈ. കണ്ടോ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നാവിനകത്ത് പാപ്പിലയ്ക്കകത്ത് കീമോ റിസപ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് മൈക്രോവില്ലൈ, അലിയുന്ന സലൈവ ഈ കീമോ റിസപ്റ്റേഴ്സിനുള്ള മൈക്രോവില്ലൈകളെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് പറ്റും സലൈവ എൻറ്റേഴ്സ് ത്രൂ ദ പോർ, സബ്സ്റ്റൻസസ് ദാറ്റ് ഗീവ് റൈസ് ടു ടേസ്റ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ ദ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ് ദ കീമോ റിസപ്റ്റേഴ്സ്. ഇപ്പോൾ പറഞ്ഞ കാര്യം. ദ ഇമ്പൾസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് മോളിക്യൂൾസ് ഇൻ ദ കീമോ റിസപ്റ്റേഴ്സ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ നെർവ് എൻഡിങ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വീറ്റ്, സോറ്, സോൾട്ടി, പഞ്ചൻറ്റ്, ബിറ്റർ ആൻഡ് ഉമാമി എന്ന് പറയുന്ന രുചികൾ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ടേസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നായിട്ട് നോക്കിയാലോ നമുക്ക്. പാപ്പിലൈ ഇൻ ദ ടങ്, നാവിലുള്ള പാപ്പിലൈ. എന്താണ് പാപ്പിലൈ? പാപ്പിലൈ ആർ ദ സ്മോൾ പ്രൊജക്ഷൻസ് ഓൺ ദ ടങ് സർഫസ്. 3 മെയിൻ ടൈപ്സ് ആണ്. ഒക്കെ വിത്ത് ദ ടേസ്റ്റ് ബഡ്സ് ആണ്. ഓക്കെ, ഇത് വേണ്ട കേട്ടോ. ഓക്കെ, വേണ്ട, ഇത് ഇച്ചിരി കൂടിപ്പോയി, നിങ്ങളുടെ ലെവലിനേക്കാളും ഒരല്പം കൂടിപ്പോയി, വേണ്ട. ഓക്കെ, ജസ്റ്റ് പാപ്പിലൈ എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ പോയിന്റ് നോക്കണം, ഞാൻ നോട്ട് തരുമ്പോഴത്തേക്കും. ഇതുകൊണ്ടാണ് ഞാൻ നോട്ട് ആദ്യമേ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ നോട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ പോയിൻ്റൊക്കെ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വേണ്ട, അതുകൊണ്ടാണ് ആ പോയിന്റ് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. പാപ്പിലൈ എന്ന് വെച്ചാൽ നാക്കി കാണുന്ന സ്മോൾ റിസപ്റ്റേഴ്സ് ആണ്. ഇവിടെയാണ് എന്തുള്ളത്, ടേസ്റ്റ് ബഡ്സ്. ടേസ്റ്റ് ബഡ്സ് ആർ പ്രസൻറ്റ് ഇൻ എന്താണ്, പാപ്പിലൈ, സോറി, ഓർ പാപ്പില ആയിക്കോട്ടെ. പൊസിഷൻ ഓഫ് ദ ടേസ്റ്റ് ബഡ്സ്, എവിടെയാണ് പൊസിഷൻ ഓഫ് ദ ടേസ്റ്റ് ബഡ്സ്? ലൊക്കേറ്റഡ് മെയിൻലി ഓൺ ദ പാപ്പില, ടിപ്പ്, സൈഡ്, ബാക്ക് ഓഫ് ദ ടങ്ക്. ഓക്കെ, എന്നാൽ അപ്പർ ത്രോട്ടിനകത്തും അതുപോലെ തന്നെ എന്തുകൊണ്ട് ടേസ്റ്റ് ബഡ്സ് കാണപ്പെടാറുണ്ട്. അതും കൂടെ മനസ്സിലാക്കിക്കോളും. നാവിൽ മാത്രമല്ല, ഇവിടെയും രുചിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ നാക്ക് കാണിച്ചാൽ തന്നെ ഈ നാവിൻ്റെ ഏറ്റവും തുമ്പിലാണ് നമുക്ക് എന്തറിയാൻ പറ്റുന്നത്, സ്വീറ്റ് എന്ന് പറയുന്ന ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അതായത് ചില ഭാഗത്ത് ചില ടൈപ്പ് ഓഫ് കീമോ റിസപ്റ്റേഴ്സ് കൂടുതലുണ്ട്. മധുരം നാക്കിന് തുമ്പി തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നാൽ കയ്പ്പെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇങ്ങനെ ഓരോ രുചികൾക്കും ഉണ്ട്. നിങ്ങൾ ചുമ്മാ ടങ്ക് മാപ്പ് എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി നെറ്റിൽ അറിയാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. കീമോ റിസപ്റ്റേഴ്സ് ആൻഡ് ടേസ്റ്റ് പറയാമല്ലോ. എന്തൊക്കെയാണ്? ടേസ്റ്റ് ബഡ്സ് കണ്ടെയ്ൻ കീമോ റിസപ്റ്റേഴ്സ്. ഈ കീമോ റിസപ്റ്റേഴ്സ് കെമിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യുന്നു, മൈക്രോവില്ലെ ആക്ടിവേറ്റ് ചെയ്യുന്നു, വർക്കാവും. ഈ ഒരു ടേബിൾ ചോദിച്ചു, ഫില്ല് ചെയ്യാൻ പറ്റുമോ? പറ്റും. ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് ഡിസോൾവ് ദ സബ്സ്റ്റൻസസ്. സ്മെല്ലിലാണെങ്കിൽ അത് എന്താണ്? സലൈവ അല്ല, സോറി, സ്മെല്ലല്ലേ, മണമല്ലേ. അപ്പോൾ എന്താണ്? മ്യൂക്കസ്. ടേസ്റ്റിലാണെങ്കിലോ സലൈവ. സ്റ്റിമുലേറ്റഡ് റിസപ്റ്റേഴ്സ് എന്തുവാണ്? സ്മെല്ലിനകത്താണെങ്കിൽ ഓൾഫാക്ടറി. ടേസ്റ്റിനകത്താണെങ്കിലോ എന്തായിരിക്കും? ടേസ്റ്റ് ബഡ്സ് എന്നോ അല്ലെങ്കിൽ മൈക്രോവില്ലെ എന്നോ അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ എന്നോ നമുക്ക് പറയാം. കീമോ റിസപ്റ്റർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി അല്ലേ. നെർവ് ദാറ്റ് ക്യാരി ദ ഇമ്പൾസ് ടു ദ ബ്രെയിൻ ഏതാണ്? ഓൾഫാക്ടറി നെർവാണ് മണത്തിനകത്ത്. രുചിക്കകത്താണെങ്കിലോ
ടേസ്റ്റ് സെൻസിങ് നെർവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് പേരൊക്കെ ഉണ്ട്, നമ്മൾ പേരിലോട്ടൊന്നും പോകുന്നില്ല. ഇനി സ്കിന്നാണ് വരുന്നത്. അതുകൂടി അങ്ങ് പറയാമല്ലോ. സ്കിന്നിനകത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് തരം നമുക്ക് സെൻസുകൾ നമുക്ക് സ്കിന്നിൽ നിന്ന് അറിയാൻ പറ്റും. ഏതൊക്കെയാണ്? പെയിനിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ടച്ച്, പ്രഷർ, മൂവ്മെൻറ്റ് ഓഫ് ഹെയർ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഷേപ്പ്, ക്വാണ്ടിറ്റി ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് തൊട്ടൊക്കെ അറിയാൻ പറ്റുന്ന സെൻസ് ഉണ്ട്. കോൾഡ് അറിയാൻ പറ്റുന്ന സെൻസ് ഉണ്ട്. ഇൻറ്റൻസ് ആയിട്ടുള്ള ടച്ച് അറിയാൻ പറ്റുന്ന സെൻസ് ഉണ്ട്. ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെയർ, കാരണം മുടികളുടെ മൂവ്മെൻറ്റ് അറിയുന്ന സെൻസ് ഓർഗൻ ഉണ്ട്. വേരിയേഷൻ ടച്ച് വിത്ത് ഹൈ ഫ്രീക്വൻസി ടച്ച് സെൻസ് ചെയ്യുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ കണ്ടോ, ഓരോന്നിനും പേരുണ്ട് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് നെർവ് എൻഡിങ്സ്, മർക്കൽ ഡിസ്ക്, മീഷ്യർ കോർപ്പസ്ക്യൂൾസ്, ക്രോസ് എൻഡ് ബബിൾസ്, റുഫിനി എൻഡ് ഓർഗൻ, റൂട്ട് ഹെയർ പ്ലെക്സസ്, പാസിനിയൻ കോർപ്പസ്ക്യൂൾസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും പഠിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്തുവാണ് MBBS ഉണ്ടല്ലോ, അതൊക്കെ എടുക്കുമ്പോൾ പഠിച്ചാൽ മതി. നമുക്കിപ്പോൾ തൽക്കാലം ഇത് വേണ്ട. അതുകൊണ്ട് സ്കിൻ ഇത്രയും ടൈപ്പ് സെൻസ് റിസപ്റ്റേഴ്സ് വരുന്നതാണ്, ടച്ച് അറിയാൻ പറ്റുന്നതാണ്, ശരീരം മൊത്തം ഉണ്ട് എന്നുള്ള മിനിമം കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതിയാവും. ലാസ്റ്റ് വരുന്നത് ഒരു ചെറിയ ഭാഗമാണ്, അതായത് പലതരം ഓർഗാനിസംസും അതിനകത്തുള്ള ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അവസാനം കിടക്കുന്നു എന്ന് വെച്ചാൽ വിട്ടുകളയല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡിനകത്തൊക്കെ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് എക്സാം കുറച്ചുകൂടി ടഫാകും എന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊക്കെ നോക്കി വെച്ചു. സിമ്പിളാണ്. അമീബയും ബാക്ടീരിയ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണല്ലോ. കൈയും കാലും മൂക്കും കണ്ണും ഒന്നുമില്ല. പിന്നെ ആകെ കെമിക്കലുകളുടെ പ്രസൻസ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനേ അമീബയ്ക്കും ബാക്ടീരിയയ്ക്കും പറ്റും. നിങ്ങൾ യൂഗ്ലീനെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് യൂഗ്ലീന. ഇവിടുന്ന് 2 കൊമ്പൊക്കെ ഉണ്ട്. സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണ്. ഇതിനകത്ത് ഐ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് പ്രകാശത്തിനെ ഡിറ്റക്ട് ചെയ്ത് അതിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ യൂഗ്ലീനയിൽ ഉള്ള സെൻസ് ഓർഗൻ്റെ പേരെന്ത്? ഐ സ്പോട്ട്. ഓക്കെ, യൂഗ്ലീന എന്ന് പറയുമ്പോൾ തന്നെ ആ ഇയിൽ നിന്ന് ഐ എന്ന് ഓർത്ത് വെച്ചുകൂടെ, ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ. അപ്പോൾ യൂഗ്ലീനയിലെ അല്ല EUGLEN യൂഗ്ലീന. അപ്പോൾ അതിനകത്ത് ഇ ഉണ്ട്. അപ്പോൾ ഇയിൽ നിന്ന് ഇയറും വരും, പക്ഷേ ഐ ഉണ്ടെന്ന് വിചാരിക്കുക, കാരണം ശബ്ദമൊന്നും കേൾക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, ഈ ഒരു വൃത്തിയുടെ ഷേപ്പ് ഇരിക്കും, 2 കൊമ്പൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിന് ആ ലൈറ്റ് സെൻസ് ചെയ്ത് പോകാനുള്ള ഐ സ്പോട്ടാണ് ഉള്ളത്. ഇനി ഇൻസെക്റ്റുകൾക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒമാറ്റീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ടായി ഈച്ചയൊക്കെ അഴിച്ചില്ല നോക്കിയോ, നടക്കൂ? ഇല്ല അല്ലേ? കാരണം അതിനകത്ത് കോമ്പൗണ്ട് ഐ ആണ്. നമ്മളെ മൂവ്മെൻ്റ് ഒക്കെ അതെന്താണ് HD ദൃശ്യമികവിൽ എന്നല്ല, സ്ലോ മോഷനിൽ കാണുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഈച്ച സിനിമ കണ്ടിട്ടില്ലേ, അതീ പറയുന്നു. അപ്പോൾ ഇൻസെക്റ്റുകളെ കാണുമ്പോൾ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ വരുമെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇൻസെക്റ്റിൽ നിന്ന് എന്ത് കിട്ടും? ഒമിറ്റീഡിയ കിട്ടും അല്ലേ? ഇൻസെക്റ്റിനെ കാണുമ്പോൾ ഒമിറ്റ് ചെയ്യാനായിട്ട് വരും ഒമിറ്റീഡിയ. കോമ്പൗണ്ടായി ആണ്, അതിൻ്റെ ഭാഗം ചോദിച്ചാൽ ഒമിറ്റീഡിയ. അതുപോലെ ആൻറ്റിന നമുക്ക് സ്മെല്ലും ടച്ചും ഡിറ്റക്ട് ചെയ്യാനും സഹായിക്കും. വവ്വാൽ നമ്മൾ ഓൾറെഡി ഫിസിക്സ് പഠിച്ചു. എന്തുവാണ്? എക്കോ അല്ലേ? ഇയറുകൾക്കകത്ത് സ്പെഷ്യൽ എക്കോ ലൊക്കേഷൻ ഓർഗൻസ് ഉണ്ട്. ഇതാണ് രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്നത്. പരുന്തിൻ്റെ അല്ലേ ദൂരെ രാഗി പറക്കുന്ന ചെമ്പരുന്ത് വന്നിട്ട് എന്ത് ചെയ്യും? കോഴിക്കുഞ്ഞിനെ കൊത്തിക്കൊണ്ട് പോകും. എന്തുകൊണ്ട്? അത്രയും പവർഫുൾ ആയിട്ടുള്ള ഐസൈറ്റ് ആണ്. ഓക്കെ, ഐ വിത്ത് ഹൈ വിഷൻ സിസ്റ്റം ഫോർ ലോങ് ഡിസ്റ്റൻസ് ഡിറ്റക്ടിങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് അല്ലേ? അപ്പോൾ UV വെച്ചിട്ടൊക്കെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പാമ്പുകളുടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജേക്കബ്സൺസ് ഓർഗനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നാക്ക് നീട്ടുന്ന കെമിക്കൽ റിസപ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഭാഗം, അതിനെ ജേക്കബ്സൺസ് ഓർഗൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുന്നത് എന്തിനാ? കെമിക്കൽസ് പിടിച്ചെടുത്തിട്ട്. അതാണ് കാഴ്ച ഓരോ സാധനം നമുക്ക് പാമ്പിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയൊന്നും പാമ്പുകൾക്കില്ല. ബാക്കി കൂടുതൽ സെൻസ് ചെയ്യുന്ന പ്രഷർ, നമ്മൾ തറയിൽ ചവിട്ടും എന്നുള്ള പ്രഷർ വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്നല്ല, നമ്മൾ അധികം കാടൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലത്തോട് നടക്കുമ്പോൾ നല്ല ശക്തമായിട്ട് സൗണ്ട് ഉണ്ടാക്കി നടന്നാൽ ഒരു പരിധി വരെ ഇത്തരം ജന്തുക്കളൊക്കെ അവിടെ നിന്ന് മാറിപ്പോവും. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇനി വരുന്നതാണ് ഡോഗ്. മണം അല്ലേ? ഹൈ സെൻസിറ്റീവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് 300 മില്യണോളം എന്തുണ്ട് നായകൾക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് സ്നിഫർ ഡോഗുകളായിട്ട് നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നത്? നായകളെ ഉപയോഗിക്കുന്നത്. ഭയങ്കരമായിട്ട് മണം പിടിക്കാൻ പറ്റും. എന്നാൽ മണം പിടിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട്. ആരെന്നറിയാവോ? ആന. കണ്ടോ? എമംഗ് മേമൽസ് എലിഫൻറ്റ് ഹാവ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓൾഫാക്ടറി ജീൻസ്. 2000-ഓളം ജീനുകളുണ്ട്. അതായത് ഏതാണ്ട് 19 കിലോമീറ്ററുള്ള വെള്ളം വരെ എന്ത് ചെയ്യാൻ പറ്റും? ആനയ്ക്ക് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും നല്ല മണത്ത് കണ്ടുപിടിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ആനയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. ലാസ്റ്റ് ഭാഗമാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ലെറ്റസ് സക്സസ്ഫുള്ളായിട്ട് എന്ത് ചെയ്യാം,
ഞാൻ ഉടനെ തന്നെ എത്താം. അപ്പോൾ നോട്ടിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അമീബയുടെ ഓരോന്നിൻ്റെയും ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടേബിളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നോട്ട് ഈ ക്ലാസ് അപ്ലോഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ടും എന്ത് ചെയ്യും, അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൊന്നും ഡൗട്ട് വേണ്ട. അതോടുകൂടി നമ്മൾ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുക. അപ്പോൾ മലയാളം മീഡിയം കുട്ടിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ നോക്കിയേ, അപ്പോൾ ഓൾ ഫാക്ഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്തുവാണ്, നമ്മൾ രുചി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, രുചി. അപ്പോൾ രുചി നമ്മൾ നോക്കുകയാണെങ്കിൽ രുചിക്ക് മുമ്പ് ഇതുണ്ട് അല്ലേ, മണമുണ്ട് അല്ലേ, മണം, ഗന്ധം. അപ്പോൾ ഗന്ധം നോക്കിക്കഴിഞ്ഞാൽ ഗന്ധത്തിനകത്ത് നിങ്ങൾക്ക് മ്യൂക്കസ് മെമ്പറൈൻ അല്ലേ, ശ്ലേഷ്മ തര ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, മ്യൂക്കസ് അഥവാ ശ്ലേഷ്മത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ശ്ലേഷ്മത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗന്ധകണികകൾ അലിഞ്ഞിട്ട് ഈ ഗന്ധകണികകളെയാണ് നമ്മൾ എന്താ ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ അതായത് റിസപ്റ്ററുകൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നതും അതിൽ നിന്ന് ഇമ്പൾസ് അയക്കുന്നതും പോകുന്നതും. തെറ്റല്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനകത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗന്ധകണികകൾ ശ്ലേഷ്മസ്ഥലത്തിൽ നിന്ന് എന്ത് വരും, ശ്ലേഷ്മം അല്ലേ, എന്ത് വരും, ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കും. ഗന്ധഗ്രാഹി എന്ത് ചെയ്യും, ഈ പറയുന്ന ശ്ലേഷ്മത്തിനെ അല്ലെങ്കിൽ ശ്ലേഷ്മത്തിൽ അരിഞ്ഞു വന്ന ഗന്ധകണികൾ എന്ത് ചെയ്യും, തിരിച്ചറിയും അല്ലേ. എന്താണ്, തിരിച്ചറിയും. തിരിച്ചറിഞ്ഞതിന് ഗന്ധഗ്രാഹി എന്ത് ചെയ്യും, ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസിൻ്റെ മലയാളം നിങ്ങൾ ഇമ്പൾസ്, ഓക്കെ, ഇമ്പൾസ് ഉൽപ്പാദിപ്പിക്കും. അതെങ്ങോട്ട് മസ്തിഷ്കത്തിലോട്ട് പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. രുചിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, നാവിൽ പാപ്പില മാറ്റമൊന്നുമില്ല. കീമോ റിസപ്റ്റേഴ്സ്, ടേസ്റ്റ് ബഡിനെ രുചി മുകുളം എന്നാണ് വിളിക്കുന്നത്. രുചി മുകുളത്തിനകത്ത് എന്തുണ്ട്, കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രാസഗ്രാഹികൾ. ഈ രാസഗ്രാഹികൾ എന്ത് ചെയ്യും, അലിയുന്നു. ഇതിൻ്റെ മുമ്പിലായിട്ട് എന്തുണ്ട്, മൈക്രോവില്ല് എന്ന് തന്നെയാണ് പറയുന്നത്. അത് സെൻസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ബാക്കി പട്ടിക ഫില്ല് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ത്വക്കിനകത്തും വേറെ മലയാളം അങ്ങനെ പറഞ്ഞു മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരുന്ന ക്ലാസ്സുകൾ ഞാൻ മാക്സിമം മലയാളം കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, വാക്കുകൾ ഞാൻ പറയുന്നുമുണ്ട്. ഇനി വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്കും കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.